ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. എടകര പുന്നപ്പുഴ മുപ്പനിക്കടവ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ച സമയം ഇന്ന് പൂർത്തിയാക്കും. ഒരു കൊല്ലം കൊണ്ട് പണി പൂർത്തിയായത് 2 കാലുകളുടേത് മാത്രം. 200 മീറ്റർ നീളമുള്ള അനുബന്ധ റോഡിന്റെയും 90 മീറ്റർ നീളമുള്ള പാലത്തിന്റെയും പണി 2025 ജനുവരി 4-നാണ് തുടങ്ങിയത്. 1 വർഷമായിരുന്നു നിർമ്മാണ കാലാവധി. 6 കോടി രൂപയാണ് പാലം പണിക്കായി വകയിരുത്തിയത്. തുകയുടെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കുന്ന പദ്ധതിയാണിത്. പണിയുടെ 10% പോലും പൂർത്തിയായിട്ടില്ലെന്നും ആവശ്യമായ ജീവനക്കാരെ നിയമിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ കടവിൽ നിർമ്മിച്ച തടയണ പാലത്തിൽ മഴക്കാലത്ത് വെള്ളം കയറും. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന മുത്തേടം പഞ്ചായത്ത് ഒറ്റപ്പെടും. കൂടാതെ ചരക്ക് വാഹനങ്ങൾക്ക് പാലത്തിലൂടെ പോകാൻ കഴിയില്ല. കരുളായി, പാലാങ്കര, മൂത്തേടം പ്രദേശങ്ങളിൽ നിന്ന് എടക്കര, ചുങ്കത്ര പഞ്ചായത്തുകളിലേക്ക് എത്തിച്ചേരാനുള്ള എളുപ്പവഴിയാണിത്. പുതിയ പാലത്തിന്റെ പണി തുടങ്ങിയതോടെ 10 കിലോമീറ്ററിലധികം സഞ്ചരിച്ചു വേണം എടക്കരയിലെത്താൻ. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഇവിടെ പാലം അനുവദിച്ചത്. ആയിരക്കണക്കിന് ആളുകളും വിദ്യാർത്ഥികളും ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. പാലം പണി ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് വിവിധ സംഘടനകൾ. ന്യൂസ് ബ്യൂറോ, എടക്കര.